അകമ്പാടം ബസ് സ്റ്റാൻഡിലെ ശൌചാലയം അടച്ചു. പഞ്ചായത്തിന്റെ വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നവരും വ്യാപാരികൾ ഉൾപ്പെടെ ദുരിതത്തിൽ. ചാലിയാർ ഗ്രാമപഞ്ചായത്തിന്റെ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ശൌചാലയമാണ് ഡബിൾ പൂട്ടിട്ട് പൂട്ടിയത്. പഞ്ചായത്തിന്റെ ഈ കെട്ടിടത്തിലാണ് പോസ്റ്റ് ഓഫീസ്, അക്ഷയ സെന്റർ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നത്. അക്ഷയ സെന്ററിലെ ജീവനക്കാർ, അക്ഷയ സെന്ററിൽ ഓരോ ദിവസവും എത്തുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് ആളുകളും ആശ്രയിക്കുന്ന ശൌചാലയമാണ് ഡബിൾ പൂട്ടിട്ട് പൂട്ടിയിരിക്കുന്നത്. വ്യാപാരികൾ, വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാർ ഉൾപ്പെടെ ഉപയോഗിച്ചിരുന്ന ശൌചാലയം കൂടിയാണിത്. മുഖ്യമന്ത്രിയുടെ ഡേ കെ ബ്രേക്ക് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആധുനിക സൌകര്യങ്ങളോടെ നിർമ്മിച്ച ശൌചാലയമാണ് വൃത്തിഹീനമായി പൂട്ടിയിട്ടിരിക്കുന്നത്. പഞ്ചായത്ത് അധികൃതർ വാടക കെട്ടിടത്തിൽ നിന്നും കൃത്യമായി വാടക പിരിക്കുമ്പോഴും ശൌചാലയം തുറക്കാൻ മാത്രം തയ്യാറാകുന്നില്ല. അക്ഷയ സെന്ററിൽ എത്തുന്നവരാണ് ഏറെ ദുരിതത്തിലായിരിക്കുന്നതെന്ന് അക്ഷയ സെന്റർ നടത്തുന്നവർ പറയുന്നു. പഞ്ചായത്തിന്റെ വകയിലെ കെട്ടിടമാണ് നമ്മൾ അക്ഷയ സെന്റർ നടത്തുന്നത്. തൊട്ടടുത്തുള്ള ഈ 2-3 കടകളുണ്ട്. ഏഷ്യാനെറ്റ് നടത്തുന്നത് അതുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഈ വളം വിൽക്കുന്ന കട ഉണ്ട്. അപ്പുറത്തെ റെന്റ് ഹൗസ് ഉണ്ട്. ഇതൊക്കെ പഞ്ചായത്ത് കെട്ടിടങ്ങൾ. ഞങ്ങളെല്ലാവരും വാടക കൊടുത്തിട്ട് ഇവിടെ പോയിരുന്നു. മാസം കൃത്യമായിട്ട് വാടക അടക്കുന്നത്. ഒരു ദിവസം തെറ്റിക്കഴിഞ്ഞാൽ വാടക കൊടുത്തില്ലെങ്കിൽ അതിന് അവർ പലിശ അടക്കം വാങ്ങുന്നുണ്ട്. എന്നാലും ഞങ്ങൾ കറക്റ്റ് കൊടുക്കുന്നുണ്ട്. അതിനനുസരിച്ച് അപ്പോൾ ശരിക്കും നിയമപ്രകാരം പഞ്ചായത്ത് നിയമം തന്നെയാണ് ബാത്റൂം ഉള്ള കടകളായിരിക്കണം എന്നുള്ള നിയമം അങ്ങനെയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് അക്ഷയ സെൻ്ററിലൊക്കെ പറഞ്ഞാൽ ഈ പഞ്ചായത്തിലുള്ള മുഴുവൻ വയസ്സായ സ്ത്രീകളടക്കം ഇവിടെ വരുന്നതാണ്. ഒരു ദിവസം ഒരു സംഭവം തന്നെ ഉണ്ടായി. ഞങ്ങളുടെ ഭാഗത്ത് സ്റ്റാഫ് റൂം കയറിയിട്ട് ഒരു പ്രായമായ ഒരു 80-85 വയസ്സായ ഒരു സ്ത്രീ വന്നിട്ട് ബാത്റൂമാണ് കയറി അവിടെ കയറി നിന്നിട്ട് വിസർജിച്ചു. അങ്ങനെയുള്ള സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ സ്ത്രീകളോട് ഒന്ന് ബാത്റൂമിൽ പോകാൻ, മൂത്രമൊഴിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ള രണ്ടാവശ്യത്തിന് വേണ്ടി പോകുന്ന സമയത്ത് ഇതില്ലെങ്കിൽ എവിടെ പോകാനാണ്? ആണുങ്ങൾ പറഞ്ഞാൽ ചിലപ്പോൾ എവിടെയെങ്കിലും കടയിലോ പള്ളിയിലോ എവിടെയെങ്കിലും പോയിട്ട് അല്ലെങ്കിൽ ബസ്സിൻ്റെ ബാക്കിലോ ഒക്കെ പോയിട്ട് നിന്നിട്ട് അവരുടെ കാര്യങ്ങൾ നിർവഹിച്ച് പോകുന്നു. പക്ഷേ സ്ത്രീകൾ എവിടെ പോവുക? ഇവിടെ ജോലിക്കാരെ സ്ത്രീകളുണ്ട്. വരുന്ന കസ്റ്റമേഴ്സ് 90% സ്ത്രീകളാണ്. അപ്പോൾ അതിനുള്ള സംവിധാനത്തിന് വേണ്ടി ഇപ്പോൾ 2 ആഴ്ചത്തിലേറെ ഇപ്പോൾ ഇത് കേട് വന്നിട്ട് പൈപ്പ് പൊട്ടിയാണ്. ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന സംഭവമാണ്. രാത്രി കാലങ്ങളിലാണ് ഈ അപകടങ്ങൾ ഇവിടെ സംഭവിക്കുന്നത്. ആരാണ് ചെയ്യുന്നതെന്ന് നമ്മൾ കാണുന്നില്ല. മുന്നറിയിപ്പില്ലാതെ പൂട്ടിയിട്ടിരിക്കുന്ന ശൌചാലയം തുറക്കണമെന്ന് വ്യാപാരികൾ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിട്ടും നടപടിയെടുക്കാതെ അധികൃതർ കണ്ണടയ്ക്കുകയാണ്. ഈസ്റ്റ് ലൈഫ്, നിലമ്പൂർ. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബണ്ടൂർ ആൻഡ് എലങ്കൂർ.